രാമേന്ദ്രേട്ടാ, പിന്നെ ഞാൻ അപ്പൂസിനെ പിന്നെ ഇങ്ങനെ കുട്ടിക്കാലത്ത് അവൻ ചെളിയിലും മണ്ണിലുമായിരുന്നു. അവന്റെ ശരീരത്തെ എപ്പോ നോക്കിയാലും അഴുക്കും ചെളിയേ ഉണ്ടായിരുന്നുള്ളൂ. കുളിപ്പിച്ചു വിട്ടാലും പിന്നെയും പോകുമായിരുന്നു. അപ്പം മണ്ണിനോട് എന്താ പറയുക ചേർന്നാവൻ വളർന്നത്. നെൽകൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, 7ാം ക്ലാസ് വരെ ഒന്നും പഠിക്കില്ലായിരുന്നു, പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, എല്ലാ വിഷയവും തോക്കുകയും ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഭീഷണി എന്ന പോലെ എൻ്റെ ചില ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, അവനെ ഈ രീതിയിൽ വളർത്തി നശിപ്പിക്കുന്നത് നിങ്ങളാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. നാളെ അവന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞവൻ ചോദിക്കും. കാരണം അവൻ 7ാം ക്ലാസ് വരെ ഒന്നും പഠിക്കണില്ലല്ലോ, മറ്റു കുട്ടികളൊക്കെ പഠിച്ചല്ല മാർക്കാണ്. ഇവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയല്ലേ, ഞാൻ അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവന് താല്പര്യമില്ല, അവൻ പഠിക്കുകയില്ല. പിന്നെ അപ്പൂസിന് എന്ത് തോന്നുന്നു, ഞാൻ വളർത്തിയിട്ട് നന്നായോ മോശമായോ? അപ്പൊ വളർത്തിയോണ്ട് ജീവിക്കാൻ പഠിച്ചു, അതാണ് സത്യം. സാറേ, അതിനകത്ത് എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു ഇളയച്ചൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അനിയൻ. ഒരു ഈ പറഞ്ഞ അതേ സമയത്ത് മണ്ണിലും ചെളിയിലും എപ്പോഴും ഞങ്ങളെ വളർത്തുമായിരുന്നു. കാരണം പിന്നെ അന്നത്തെ കാലത്ത് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, ഇപ്പോഴത്തെ ജീവിച്ചിരിപ്പില്ല. എന്നെ ഒരുപാട് പുസ്തകങ്ങളിലേക്ക് അടുപ്പിച്ചതൊക്കെ അയാളാണ്. അപ്പൊ ഇളയച്ചനോട് ഒരു അച്ഛൻ്റെ അനിയൻ എന്നുള്ള നിലയ്ക്കുള്ള ബന്ധമല്ല, ഒരു ചേട്ടനോ അനിയനോ അങ്ങനത്തെ എന്തൊക്കെ ഒരു ബന്ധമായിരുന്നു. ആ ഒരു ഇളയച്ചൻ ഉണ്ടായിരുന്നു. അപ്പം അയാൾ അപ്പോഴും പറയുമായിരുന്നു, ഇവൻ എവിടെയെങ്കിലും എത്തിപ്പോഴും വലുതാകുമ്പോൾ. പക്ഷെ 52 വർഷം എടുത്തു ഒരു സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്നുള്ള. പിന്നെ അവര് മരിച്ചിട്ട് ഇപ്പൊ ഒരു 10-15 വർഷമായി. പക്ഷെ ഇപ്പോഴും ആ ഒരു ആത്മാവ് കാണുന്നുണ്ടാവാം. പിന്നെ മകൻ ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക് എത്തിയത്, ആ ഒരു സന്തോഷം ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനെ കഴിഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഇളയച്ചനാണ്. അപ്പൊ നിങ്ങളെ സന്തോഷം കാണുമ്പോൾ ഇളയച്ചനുമായിട്ടുള്ള സന്തോഷം പോലെ തോന്നുന്നുണ്ട്.